എല്ലാ തോൽവികളും ആത്യന്തികമായി പരാജയമല്ല. ചിലത് വിനയത്തിലേക്കും പുതിയ പാഠങ്ങളിലേക്കും നടത്തി നമ്മെ വിജയത്തിലേക്ക് നയിക്കും. ചരിത്രത്തിൽ ഈ സത്യത്തിന് അനവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തോൽവികൾ ആത്മവിശകലനത്തിനും പുതുക്കത്തിനുമുള്ള അവസരങ്ങളായി തീരട്ടെ. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം നമുക്ക് ഇന്നത്തെ പാഠത്തിൽ കാണാം. ജീവ സന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവത്തോട് അടുക്കുന്ന ഏതൊരു വ്യക്തിയും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളിലൊന്നാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന പത്രോസ് അപ്പോസ്തലൻ്റെ പ്രബോധനം നമുക്കേറെ സുപരിചിതമാണല്ലോ. അതുപോലെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നതിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യമാണ് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവിനപ്പുറം ഒരു ജാതിയും ഇന്നോളം ഉയർന്നിട്ടില്ല എന്ന് മനുഷ്യചരിത്രം വെളിപ്പെടുത്തുന്നു. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അബദ്ധവും അപര്യാപ്തവുമാകുന്ന പക്ഷം നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധവും ആന്തരിക ഭാവം ശരിയുമായിരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ദൈവം മോശയെ തൻ്റെ വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആദ്യം തന്നെ അവന് ദൈവം വെളിപ്പെടുത്തുന്നു. ഇതിനോടകം മോശ തണുത്തുറഞ്ഞു കഴിഞ്ഞു. അവൻ മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ച് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നെങ്കിലും ഈ പറയുന്ന സമയത്ത് യാതൊരു വിദ്യയും അഭ്യസിക്കാത്തവർക്ക് പോലും ചെയ്യുവാൻ കഴിയുന്ന ഒരു തൊഴിലാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്: ആടിനെ മേയ്ക്കുക. പക്ഷേ ദൈവം മോശയുടെ ജീവിതത്തിൽ ഇത് അനുവദിച്ചതാണ്. കാരണം തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ലഭിച്ച ഒരവസരത്തിൽ മോശ മുകളിലേക്ക് നോക്കേണ്ടതിന് പകരം ചുറ്റും നോക്കി തീരുമാനമെടുത്തു എന്ന് ബൈബിൾ പറയുന്നു. ഇപ്പോൾ ദൈവം മോശയെ അയക്കുന്നു. ദൈവികമായ വിളി സ്വീകരിക്കുവാനുള്ള മോശയുടെ തടസ്സങ്ങളെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മോശയെ ശക്തീകരിക്കുവാൻ ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. തന്നിൽ തന്നെ സത്യമായ ഒരു കാര്യം ദൈവം പറഞ്ഞു: അതെ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനായിരുന്നവൻ ഞാനാകുന്നു എന്നല്ല, ഞാൻ ആകുവാൻ പോകുന്നവൻ ഞാനാകുന്നു എന്നുമല്ല, ഞാൻ ജീവിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്നു എന്നാണ് ദൈവം മോശയോട് പറയുന്നത്. എരിയുന്ന മുൾപ്പടർപ്പിൽ വിശുദ്ധിയുടെ മുൻപിൽ ദൈവം മോശയ്ക്ക് തൻ്റെ കത്തിജ്വലിക്കുന്ന സാമീപ്യം കാണിച്ചു കൊടുക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഭയപ്പെട്ട് മോശ കുനിഞ്ഞ് തൻ്റെ കാലിലെ ചെരുപ്പഴിക്കുന്നതും തൻ്റെ മുഖം മറയ്ക്കുന്നതും നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ നാം കാണുന്നത് എരിയുന്ന മുൾപ്പടർപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതനൊരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് കത്തുകയും അതേസമയം അത് വെന്തുപോകാതിരിക്കുകയും ചെയ്യുന്നത് എന്താ എന്ന് നോക്കുവാൻ മോശ ഒരു വശത്തേക്ക് തിരിഞ്ഞു. ഇത് വളരെ ശക്തമായ ഒരു അടയാളമാണ്. കത്തുകയും വെന്തുപോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഒരർത്ഥത്തിൽ ഇത് ഇസ്രായേൽ ജാതിയുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ദൈവവചനം ശരിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്ന് ഇസ്രായേൽ ജാതിയുടെ നിലനിൽപ്പ് തന്നെയാണ്.
വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിലെ ഒരു ചക്രവർത്തി തൻ്റെ ചാപ്ലൈനോട് വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ആരാഞ്ഞു. അതെന്തായാലും ആ തെളിവ് തൻ്റെ സാമ്രാജ്യത്തിലുണ്ടായിരിക്കണമെന്ന് ആ ചക്രവർത്തി പറഞ്ഞു. അതിന് ആ ചാപ്ലൈൻ മടിക്കാതെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, സർ, യഹൂദനാണ് ആ തെളിവ്. ഇന്ന് ആർക്കും അത്ഭുതത്തോടെ നോക്കുവാൻ ഉതകുന്ന എരിയുന്ന മുൾപ്പടർപ്പാണ് യഹൂദൻ. നൂറ്റാണ്ടുകളായി അവൻ്റെ നിലനിൽപ്പ് തന്നെ അത്ഭുതാവഹമാണ്. മോശയുടെ കാലം മുതൽ ഇന്നയോളം അവൻ നിലനിൽക്കുന്നു. ഈ ലോകത്തിൽ അനേകം ജാതികൾ ഉദയം ചെയ്യുകയും അസ്തമിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നും യഹൂദൻ ഭൂമുഖത്തുണ്ട്. നൂറ്റാണ്ടുകളായി യഹൂദജാതി പീഡനത്തിൻ്റെ അഗ്നിജ്വാലയിലാണ് കഴിയുന്നത്. എന്നാൽ മോശ കണ്ട എരിയുന്ന മുൾപ്പടർപ്പ് പോലെ ഇസ്രായേൽ ജാതി വെന്തുപോയിട്ടില്ല. മിദ്യാന്യർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായി തീർന്നിരിക്കുന്നു. അതുപോലെ മറ്റനേകം ജാതികളും. മോശയ്ക്ക് പ്രത്യക്ഷനായ യഹോവയുടെ ദൂതൻ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. ചിലർ ഇതിനോട് യോജിക്കയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അപ്രകാരമാണ് ഞാൻ ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. ഇനി 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. മോശയുടെ പെരുമാറ്റങ്ങളെ ദൈവത്തിന് തിരുത്തേണ്ടതായി വന്നു. മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നവനാണെങ്കിലും വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അവൻ ഒരു പിടിയുമില്ലായിരുന്നു. ചെരുപ്പഴിച്ചു മാറ്റുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയോടുള്ള ആദരവിൻ്റെ സൂചനയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ഈ വലിയ പാഠം ദൈവം അവനെ പഠിപ്പിക്കുകയാണ്. അതെ, നാമും അത് പഠിച്ചിരിക്കേണ്ട ഒരു വലിയ പാഠമത്രേ. ദൈവത്തെ അതിപരിചയമുള്ളവരെ പോലെയാണ് പലപ്പോഴും നമ്മൾ പെരുമാറുന്നത്, ഇല്ലേ? അതിപരിചയം. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടതാണ് സുഹൃത്തെ. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. മോശ ദൈവത്തെ കണ്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വെളിപ്പാടായ മനുഷ്യരൂപം ധരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമായിരുന്നു കാണുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഭാഗമുണ്ടല്ലോ. യേശുക്രിസ്തു എന്ന ഏകമാർഗത്തിൽ കൂടിയേ നമുക്ക് ദൈവത്തെ കാണുവാൻ അല്ലെങ്കിൽ അറിയുവാൻ കഴിയൂ എന്നുറപ്പാക്കി തരുന്നു. മറ്റൊരു മാർഗവും ഇല്ല എന്നതാണ് വാസ്തവം. യേശു തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. യോഹന്നാൻ 14:6. 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം വിടുവിക്കുമ്പോൾ അത് ഏതെങ്കിലും ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, മറിച്ച് ആ വിടുതൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടും കൂടി ആയിരിക്കും. നാം വിശുദ്ധിക്കും സ്വർഗത്തിനുമായിട്ടാണ് പാപത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ പറയുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ
തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവം നമ്മെ ഉയർപ്പിക്കുകയും ക്രിസ്തുവിൽ നമുക്കൊരു പദവി നൽകുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് ഇന്നത്തേക്ക് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായാലും ഇന്നത്തെ രക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങൾ ആദാമിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയും ക്രിസ്തുവിലാകുകയും ചെയ്തിരിക്കുന്നു. മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളെ നരകത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലാക്കിയിരിക്കുന്നു. ഇതിനാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറ്റി ദൈവഭവനത്തിലാക്കി വെച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ഒരു നല്ല ദേശത്താക്കുവാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷ, അതാണ് വീണ്ടെടുപ്പ്. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. മോശയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? നാം ഇപ്പോൾ വായിച്ച ഈ സംഭവത്തിന് 40 വർഷത്തിന് മുൻപ് അവൻ ഇസ്രായേലിനെ വിടുവിക്കുവാൻ തയ്യാറായിരുന്നു. അതിനവൻ ഇറങ്ങുകയും ചെയ്തു. അന്നവൻ കോപിഷ്ഠനും പ്രതികാരബുദ്ധിയുള്ളവനുമായി കാണപ്പെട്ടു. അവനൊരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. എന്നിട്ട് തൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനെ പീഡനത്തിൽ നിന്ന് അവൻ രക്ഷിച്ചു. ഇന്ന് അനേകരുടെയും സാമൂഹിക പ്രവർത്തനം ഈ പറഞ്ഞതുപോലെയാണ്. അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇഷ്ടമില്ലാത്തതും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആത്യന്തികമായി നന്മയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ ഭാവിക്കുന്നു. തനിക്ക് തന്നെ ഇസ്രായേലിനെ വിടുവിപ്പാൻ കഴിയുമെന്നായിരുന്നു മോശയുടെ ചിന്ത. എന്നാൽ തൻ്റെ സ്വന്തം ശക്തിയാലും ബുദ്ധിയാലും അത് കഴിയുകയില്ല എന്ന കാര്യം അവൻ പിന്നീട് മനസ്സിലാക്കി. ദൈവം അവനെ മരുഭൂമിയുടെ മറുവശത്ത് തൻ്റെ പ്രത്യേകമായ ദൗത്യത്തിന് അനുയോജ്യമായ പരിശീലനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. മോശ വാസ്തവത്തിൽ എത്രമാത്രം ബലഹീനനാണെന്ന കാര്യം അവൻ മനസ്സിലാക്കി. ഒടുവിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം മോശയെ വിളിക്കുമ്പോൾ താൻ അയോഗ്യനും അശക്തനുമാണെന്ന് മോശ ദൈവത്തോട് സമ്മതിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാൻ കഴിയും. ദൈവം തൻ്റെ ആളുകളെയെല്ലാം ഇപ്രകാരമാണ് പരിശീലിപ്പിക്കുന്നത്. മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കവണയും കല്ലും ഉപയോഗിച്ച് വീഴ്ത്തിയത് നമ്മൾ വായിക്കുന്നു. എന്നാൽ അതിനുശേഷം രാജാവാകുന്നതിന് മുൻപും അവൻ ദൈവത്തിൻ്റെ വഴിയിലെ പരിശീലനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ദൈവം അവനെ ഗുഹകളിലും കാടുകളിലും കുഴികളിലും ഒക്കെ നടത്തി. ഒരു നായെപ്പോലെ അവനെ ഓടിച്ചു എന്ന് ദാവീദ് തന്നെ പറയുന്നു. അവൻ എത്രമാത്രം ബലഹീനനാണെന്ന കാര്യം ദാവീദ് അറിഞ്ഞു. അപ്പോൾ ദൈവത്തിന് അവനെ രാജാവാക്കുവാൻ കഴിഞ്ഞു. ഏലിയാവിൻ്റെ അവസ്ഥയും സമാനമാണ്. ആഹാബ് രാജാവിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് നിവർന്നു നിന്ന് പറഞ്ഞ ധൈര്യശാലിയായ ഏലിയാവിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എന്നാൽ പുറമേ കാണുന്നത് പോലെ ഏലിയാവ് ധൈര്യമുള്ളവനായിരുന്നില്ല. ദൈവം തൻ്റെ ആളുകളെ പരിശീലിപ്പിക്കുന്ന മരുഭൂമിയിലേക്ക് ദൈവം ഏലിയാവിനെ അയച്ചു. ഏലിയാവ് ഒരു തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അധികം താമസിയാതെ തോട് വറ്റിപ്പോകത്തക്ക വിധം വരൾച്ചയുണ്ടായി. തോട്ടിലെ വെള്ളം കുറഞ്ഞു വരുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം ഉണങ്ങി വരേണ്ട തോട് പോലെയാകുന്നു എന്ന് ഏലിയാവ് നിലവിളിച്ചു. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഒഴിഞ്ഞ കലത്തിൽ നിന്നുള്ള മാവ് കൊണ്ട് ഭക്ഷിച്ച് അവൻ കുറച്ചു കാലം കൂടെ കഴിച്ചുകൂട്ടി. താൻ ഒന്നുമല്ല എന്നും ദൈവം സകലത്തിനും സകലവുമാകുന്നു എന്നും ഏലിയാവ് മനസ്സിലാക്കി. തുടർന്നാണ് ബാലിൻ്റെ പ്രവാചകന്മാരെ നേരിടുവാനും സ്വർഗത്തിൽ നിന്ന് തീയിറക്കുവാനും ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു.
ഇത് നിശ്ചയമായും വിരോധാഭാസമായി തോന്നാം. എന്നാൽ ദൈവം മോശയെ പഠിപ്പിക്കുന്ന പാഠം അതായിരുന്നു. തനിക്ക് ഇസ്രായേൽ ജാതിയെ വിടുവിപ്പാൻ കഴിയുകയില്ലെന്നും എന്നാൽ തന്നിൽ കൂടി ദൈവത്തിനൊരു വൻ കാര്യം ചെയ്യുവാൻ സാധ്യമാണെന്നും മോശ മനസ്സിലാക്കിയപ്പോൾ ദൈവം അവനെ ഉപയോഗിക്കുവാൻ തയ്യാറായി. നമ്മളൊക്കെ അധികം ശക്തരായിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുന്നതാണ് നമ്മിൽ പലരെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം അതിശക്തന്മാരായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. പിന്നെ നമുക്ക് ദൈവത്തെ വേണ്ടല്ലോ. ബലഹീനതയിലാണ് നമ്മെ ശക്തരാക്കുവാൻ ദൈവത്തിന് കഴിയുന്നത്. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. തങ്ങൾ ബലഹീനരായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് തങ്ങളിൽ കൂടി പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് മോശയും പൗലോസ് അപ്പോസ്തലനും മനസ്സിലാക്കി. ഒരു ബലഹീന പാത്രത്തെ ഉപയോഗിച്ച് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾക്കോ എനിക്കോ ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടോ, ഇന്ന കാര്യം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടോ, നമ്മുടെ തലയിൽ ഉദിച്ചതായ ഒരു ആശയം കൊണ്ടോ അല്ല നാം ദൈവവേല ചെയ്യേണ്ടത്. നാം ദൈവവേല ചെയ്യേണ്ടത് അത് ദൈവഹിതമായതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ വായിക്കാം. മോശേ, നിനക്ക് തോന്നിയത് കൊണ്ട് നീ പോയാൽ അല്പം കഴിയുമ്പോൾ നീ നിരാശപ്പെടും. നീ പണ്ട് ചെയ്തതുപോലെ ഒളിച്ചോടും. പ്രതികൂലം വരുമ്പോൾ നീ നേരെ നിൽക്കില്ല. എന്നാൽ ഇത് ദൈവത്തിൻ്റെ താല്പര്യവും ഭാരവുമാണെന്ന് നീ ചിന്തിക്കുമ്പോൾ, അത് നിനക്കുറപ്പാകുമ്പോൾ, അപ്പോഴാണ് നിനക്കത് നിർവഹിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം മോശയോട് ഇടപെടുന്ന രീതി ശ്രദ്ധേയമാണ്. ദൈവം മോശയോട് പറയുന്നത്, നിനക്കൊന്ന് പോകാമോ എന്നല്ല, ഞാൻ നിന്നെ അയക്കുന്നു, നീ പോക എന്നാണ്. മോശയുടെ അനുമതി ദൈവം ചോദിക്കുന്നില്ല. മോശയ്ക്ക് പോകുവാൻ സൗകര്യമുണ്ടോ എന്നല്ല ദൈവം അന്വേഷിക്കുന്നത്. മറിച്ച് മോശയോട് പോകുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. ഇന്നും ദൈവം താൻ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ദൈവം ആജ്ഞാപിക്കുന്നത് ഇതുതന്നെയാണ്. കുഞ്ഞേ, ഇതാകുന്നു എൻ്റെ ഭാരം, ഇതാകുന്നു എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നീ പോക, നീ ചെയ്യുക. നിൻ്റെ സൗകര്യമല്ല ദൈവം ആവശ്യപ്പെടുന്നത്. കാരണം ദൈവഹിതപ്രകാരം നാം നിൽക്കുമ്പോൾ എപ്പോഴും അത് നമുക്ക് നന്മയ്ക്കാണ്. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു. മോശ ചോദിച്ച ഈ ചോദ്യം സ്വാഭാവികമായ ഒന്നാണല്ലേ? മോശയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നാമും ഇതേ ചോദ്യം തന്നെ ചോദിക്കുമായിരുന്നു. തന്നെ ഇസ്രായേൽ മക്കൾ സ്വീകരിക്കുകയില്ല എന്ന ഭയം മോശയ്ക്കുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ച് എപ്രകാരമാണ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതെന്ന് മോശയ്ക്കറിയില്ലായിരുന്നു. ഇസ്രായേൽ മക്കളെ എങ്ങനെ ഈ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് അവന് അറിയില്ലായിരുന്നു. മോശയ്ക്ക് അഭിമുഖീകരിക്കേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെയായിരുന്നു. ദൈവം അവന് കൊടുത്ത മറുപടി ശ്രദ്ധിച്ചാട്ടെ. 14-ാം വാക്യത്തിൽ, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഞാനാകുന്നവൻ എന്ന സംജ്ഞയിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നതിലധികം കാര്യങ്ങൾ നിശ്ചയമായും അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാനാകുന്നവൻ എന്ന പേര് എബ്രായ ഭാഷയിൽ 4 അക്ഷരങ്ങൾ കൂടി ചേർന്നുള്ളതാണ്. നാമൊക്കെ അതിനെ യഹോവ, യാവേ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിതാവാണ്, അതായത് എലോഹീം.
എന്ന സർവശക്തനായ ദൈവം അവിടുത്തെ അസ്തിത്വത്തെ മറ്റൊന്നുമായും മറ്റൊരു പേരുമായും താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. കാരണം അവൻ സ്വയം അസ്തിത്വമുള്ളവനാണ്, സ്വയംഭൂവായതാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ദൈവമാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ മോശയെ അയക്കുന്നത്. 135 സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, നിൻ്റെ നാമം ശാശ്വതമായും, യഹോവേ, നിൻ്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. ഈ വാക്യത്തിലെ യഹോവ എന്ന പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ്. ഇനിയും മോശയുടെ നിയോഗം കൂടി നോക്കാം. ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യോസഫിൻ്റെ ആ പ്രവചനം നിവൃത്തിയാക്കാനുള്ള സമയം വന്നു ചേർന്നു. 15 വാക്യം, പുറപ്പാട് പുസ്തകം 3:15. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം: അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടു. ആ ദൈവം തന്നെയാണ് മോശയെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്കും അയക്കുന്നത്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവനത് പറയുന്നുണ്ട്. ഞാനത് ഭാഗം വായിക്കുന്നില്ല. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ താൻ അനുവർത്തിക്കേണ്ടിയ കാര്യപരിപാടിയും നടപടിക്രമവും ദൈവം മോശയ്ക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ പദ്ധതി അവൻ ഇസ്രായേലിലെ മൂപ്പന്മാരോട് പറയണം. അനന്തരം മോശയും ഇസ്രായേൽ മൂപ്പന്മാരും ഒരുമിച്ച് ഫറോ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് തങ്ങൾ ഒരു ജാതിയായി 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ അനുവാദം ചോദിക്കണം. തങ്ങൾ ഇവിടം വിട്ട് കനാൻ ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് ഉടനടി പറയാതെ ഫറവോനോട് ഇസ്രായേല്യരുടെ പദ്ധതി സാവധാനം വെളിപ്പെടുത്തുകയായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന് ദൈവം മോശയോട് പറയുന്നു. ഫറവോൻ്റെ വിസമ്മതം മിസ്രൈമിലെ ദേവന്മാർക്കെതിരെ ദൈവത്തിൻ്റെ ന്യായവിധി ആരംഭിക്കുവാൻ ഇടയാക്കും. ദൈവം തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ മിസ്രൈമിൽ വെളിപ്പെടുത്തിയ ശേഷവും ഇസ്രായേൽ ജനത്തെ പോകുവാൻ ഫറവോൻ അനുവദിക്കുകയില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് ഫറവോൻ്റെ മനസ്സ് മാറി മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ കാരണമാകുന്ന ബാധകളെ ദൈവം അയക്കും. ഇസ്രായേൽ മക്കളെ വിടുവിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ അവരെ വിടുവിക്കുക തന്നെ ചെയ്യും. 21, 22 വാക്യങ്ങളിൽ, ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോടെ കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമ്യരെ കൊള്ളയിടുകയും വേണം. ഈ ഭാഗത്തെ കൊള്ളയിടുവാനോ മോഷ്ടിക്കുവാനോ അല്ല ദൈവം വാസ്തവത്തിൽ പറയുന്നത് എന്ന് ഓർക്കണം. പിന്നെയോ അവരുടെ കഴിഞ്ഞ കാലത്തെ, അതായത് ഇസ്രായേൽ മക്കളുടെ കഴിഞ്ഞ കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ കൂലി ചോദിച്ചു വാങ്ങുക എന്നതാണ് ഇവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. കൂലിയില്ലാതിരുന്ന അടിമകളായിട്ടാണ് ഇസ്രായേല്യർ മിസ്രൈമിൽ കഴിഞ്ഞത്. ഏതാനും നൂറ്റാണ്ടുകളിലെ ജോലിയുടെ വേതനം ശേഖരിക്കുവാൻ ദൈവം അവരോട് പറയുന്നു. വർഷങ്ങളോളം ചെയ്ത പ്രയത്നത്തിൻ്റെ പ്രതിഫലം വാങ്ങി അവർ മിസ്രൈം വിട്ടുപോകേണ്ടതാണ്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്നുണ്ടായിരുന്നു എന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അനേകരും തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചൂഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവമേ, നീ കാണുന്നില്ലേ? മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല എന്നോർക്കണം. ദൈവം കാണുന്നു. നിങ്ങൾ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ തുടർന്നാൽ നിങ്ങൾക്ക് വരേണ്ടത് പല മടങ്ങായി തിരികെ തരുവാൻ ദൈവം മതിയായവനാണ്. ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിലും തൻ്റെ വാഗ്ദത്തപ്രകാരം നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും മുറുകെ പിടിച്ചാൽ നിശ്ചയമായും ഒരു നാൾ അവൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും. അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണുള്ളത്?
ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം കണ്ടു, കേട്ടു, അറിഞ്ഞു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ വളരെ ശ്രദ്ധേയമായ വചനങ്ങളാണിവ. ദൈവം ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലയോ എന്ന ചോദ്യം നാം പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ സകലവും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് സത്യവേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുമാത്രമല്ല, തൻ്റെ സമയത്തും തൻ്റെ പദ്ധതികൾക്കനുസരിച്ചും അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്ഷമയോടും സഹിഷ്ണുതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ കാത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോവുകയില്ല. അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ദൈവം നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.